So next is laterally supported beam. അപ്പോൾ laterally supported beamൻ്റെ ഡിസൈൻ പ്രൊസീജിയറാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം laterally supported beamസിൻ്റെ ഡിസൈൻ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് ലോഡ് കാൽക്കുലേഷൻ. ഇപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഡിസൈൻ ലാറ്ററലി സപ്പോർട്ടഡ് ബീം എന്ന് തരുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് ലോഡ് കാൽക്കുലേഷൻ ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് മൊമെൻ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് കാൽക്കുലേഷൻ. ഓക്കെ, അഗെയിൻ ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഡയറക്റ്റ് മൊമെൻറ്റിൻ്റെ വാല്യൂവും അതുപോലെ തന്നെ ഷിയർ ഫോഴ്സ് ഡിസൈൻ മൊമെൻറ്റും ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂവും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. സോ അങ്ങനെയുള്ള കേസസിൽ ഈ ഫസ്റ്റ് രണ്ട് സ്റ്റെപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, സോ ഇൻ റെസ്റ്റ് ഓഫ് ദി കേസസ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് load calculation, second step is moment and shear force calculation, and third step is plastic section modulus required. So എത്രയാണ് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് റിക്വയർഡ് ആയിട്ടുള്ളതെന്ന് ഈ ഗിവൺ, അതായത് നമ്മൾ ഈ സെക്കൻഡ് സ്റ്റെപ്പിലെ മൊമെൻറ്റ് വാല്യൂവിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ദ റിക്വയർഡ് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് PZ എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ദ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ്. Okay, and required value can be calculated from the equation ZPZ required is equal to m gamma m naught divided by Fy. ഇതിൽ m എന്ന് വെച്ചാൽ that is the bending moment value which is calculated from step 2, and gamma m naught 1.1 and Fy that is 250. Okay, Fe 410 plates ആണെങ്കിൽ Fy value will be 250. Again select suitable section. അപ്പോൾ നമുക്ക് ZPZ വാല്യൂ, അതായത് റിക്വയർഡ് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഹയർ ആയിട്ടുള്ള ഒരു സെക്ഷൻ, പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ഉള്ള ഒരു സെക്ഷൻ നമ്മൾ ചൂസ് ചെയ്യണം. ഓക്കെ, സോ ഐ സെക്ഷൻസ് ആയിരിക്കും ബീംസിന് യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത്, ആൻഡ് ISLB അല്ലെങ്കിൽ ISMP സെക്ഷൻസ് ആയിരിക്കും കൂടുതലായിട്ട് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ നിന്ന് ZPZ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ നമ്മൾ ബീംസിൽ ബീമിൻ്റെ ഡിസൈനിൽ യൂഷ്വലി ചൂസ് ചെയ്യുന്ന സെക്ഷൻസ് അനെക്സ് എച്ചിൽ തന്നിട്ടുണ്ട്, IS 800 അനെക്സ് എച്ചിൽ. സോ അതിൽ നോക്കിയിട്ട് ZPZ റിക്വയർഡിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള സെക്ഷൻ ഏതാണെന്ന് ചൂസ് ചെയ്യുക. ഓക്കെ, ISLB ഓർ ISMP സെക്ഷൻസ് യൂഷ്വലി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അഗെയിൻ ഫിഫ്ത്ത് സ്റ്റെപ്പ് ഇസ്, അപ്പോൾ ഈ സെക്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം ആ സെക്ഷൻ്റെ കംപ്ലീറ്റ് പ്രോപ്പർട്ടീസ് എഴുതുക, ആൻഡ് IZ വാല്യൂ, അതായത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂസും അതുപോലെ തന്നെ റേഡിയസ് അറ്റ് ദി റൂട്ട്, ഈ രണ്ട് വാല്യൂസും നമുക്ക് ഈ അനെക്സ്റ്റർ എച്ചിൽ നിന്ന് കിട്ടില്ല. ഓക്കെ, സോ ഈ വാല്യൂസ്, അതായത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂസും അതുപോലെ റേഡിയസ് അറ്റ് ദി റൂട്ട്, അപ്പോൾ ഈ രണ്ട് വാല്യൂസും SP6 നിന്ന് എടുക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇസ് സെക്ഷൻ ക്ലാസിഫിക്കേഷൻ. സോ നമ്മളിപ്പോൾ ചൂസ് ചെയ്ത സെക്ഷനിൽ നിന്ന് അതിൻ്റെ ഫ്ലാഞ്ചും അതുപോലെ തന്നെ വിഡ്ത്തും വെബും, സോ ഇതിൻ്റെ ഫ്ലാഞ്ചിൻ്റെയും വെബിൻ്റെയും സെക്ഷൻസ് ഏത് ക്ലാസിഫിക്കേഷൻ, ഏതിൽ ക്ലാസ്സിൽ പെട്ടതാണെന്ന് ചെക്ക് ചെയ്യുക. അതായത് പ്ലാസ്റ്റിക് ആണോ, സെമി കോമ്പാക്റ്റ് ആണോ, കോമ്പാക്റ്റ് സെക്ഷൻ ആണോ, അപ്പോൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഇതിൽ ഏതാണെന്ന് നോക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് സെക്ഷൻ ക്ലാസിഫിക്കേഷൻ. അത് IS 800 ടേബിൾ 2 പേജ് 8 ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് B/TF ആൻഡ് D/TW. ഓക്കെ, ആൻഡ് ഇതിൻ്റെ വാല്യൂസ് ഏത് റേഞ്ചിലാണെന്ന് നോക്കുക. സോ ആ ഓരോ റേഞ്ച് അനുസരിച്ച്, അപ്പോൾ ഏത് റേഞ്ചിലാണ് ഫോളോ ചെയ്യുന്നത് ആ റേഞ്ച് ആയിരിക്കും, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിരിക്കും നമ്മളുടെ ക്ലാസ്. പ്ലാസ്റ്റിക് ആണ്, ഇപ്പോൾ പ്ലാസ്റ്റിക് റേഞ്ചിലാണെങ്കിൽ പ്ലാസ്റ്റിക് ആയിരിക്കും, ദെൻ സെമി കോമ്പാക്റ്റ് അത് ചൂസ് ചെയ്യുക. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് B/TF ആൻഡ് D/TW ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇങ്ങനെ ഒരു I സെക്ഷൻ നമ്മൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ ഈ ഒരു I സെക്ഷൻ ടോട്ടൽ ഈ ഒരു ഡെപ്താണ്
this D. Okay, അതായത് ഐ സെക്ഷൻ്റെ ടോട്ടൽ ഹൈറ്റ്. ഓക്കെ, അതായത് ഈ ഒരു സെക്ഷൻ്റെ ഹൈറ്റ്. ദെൻ ഇതാണ് ഫ്ലാഞ്ചിൻ്റെ വിഡ്ത്ത്. ദിസ് ഈസ് ദ വിഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച് ആൻഡ് ദിസ് ഈസ് ദ തിക്നെസ് ഓഫ് ദി ഫ്ലാഞ്ച് ആൻഡ് ദിസ് ഈസ് ദ തിക്നെസ് ഓഫ് ദി വെബ്. ഓക്കെ, ഈ ഒരു പോർഷനാണ് തിക്നെസ് ഓഫ് ദി വെബ്. ദെൻ വേറൊരു കാര്യം, റേഡിയസ് അറ്റ് ദി റൂട്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ റൂട്ട് പോർഷൻ. അപ്പോൾ ഇതിലെ റേഡിയസ്, അതായത് ആ ഫില്ലറ്റ് റേഡിയസ്, നമ്മൾ ഫില്ലറ്റ് ഇങ്ങനെ ഈ ഒരു റേഡിയസ്, അതായത് സ്ട്രെസ് കോൺസെൻട്രേഷൻസ് വരാതിരിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെയല്ല പ്രൊവൈഡ് ചെയ്യുന്ന. ഐ സെക്ഷൻസിൽ ഇങ്ങനെയായിരിക്കും യൂഷ്വലി സെക്ഷൻ. അപ്പോൾ ഈ ഒരു റേഡിയസ് ആണ് R1. ഓക്കെ, സോ അഗെയിൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് D ആണ്. സോ ഈ D എന്ന് വെച്ചാൽ ടോട്ടൽ ഡെപ്തിൽ നിന്ന് വി ഹാവ് ടു മൈനസ് ദിസ്. രണ്ട് TF മൈനസ് ചെയ്യണം, അതുപോലെ തന്നെ ഇവിടുത്തെ രണ്ട് റേഡിയസും മൈനസ് ചെയ്യണം. ഓക്കെ, സോ ദാറ്റ് വിൽ ബി D. സോ അതാണ് വേർ യു ക്യാൻ സി D ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡെപ്ത് മൈനസ് 2 ടൈംസ് തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് ആണ്. സോ ഹിയർ തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് ആണ് പ്ലസ് R1. ഓക്കെ, സോ ഇങ്ങനെയാണ് ടോട്ടൽ ഡെപ്ത് കിട്ടുന്നത്. അഗെയിൻ അതുപോലെ തന്നെ ഇവിടെ B വാല്യൂ എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ദ വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് ബൈ 2. ഓക്കെ, സോ ഈ രണ്ട് കാര്യങ്ങളും നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇത് നമ്മളുടെ പ്രോബ്ലംസിൽ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അഗെയിൻ നെക്സ്റ്റ് ഇസ്, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യുക ഏത് ക്ലാസ്സിലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, അഗെയിൻ 6th സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഷിയർ ചെക്ക് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പാണ്. സോ നമ്മൾ ഓൾറെഡി ഒരു ഷിയർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, ദറ്റ് ഈസ് V. ഓക്കെ, ദറ്റ് ഈസ് ദ ഷിയർ ഫോഴ്സ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അഗെയിൻ നമ്മൾ ഈ ഒരു സെക്ഷനിലെ നമ്മൾ ചൂസ് ചെയ്ത സെക്ഷൻ്റെ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അതായത് ആ ഒരു സെക്ഷൻ്റെ ഷിയർ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സെക്ഷൻ്റെ സ്ട്രെങ്ത് ഇതിൽ ആക്ട് ചെയ്യാൻ പോകുന്ന ഷിയർ ഫോഴ്സിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ ദറ്റ് മീൻസ് ദ സെക്ഷൻ വിച്ച് വി ഹാവ് സെലക്റ്റഡ് as സേഫ്. ഓക്കെ, അപ്പോൾ ആ സെക്ഷൻ്റെ ഷിയർ സ്ട്രെങ്ത് ആയിരിക്കണം ദറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദി ഷിയർ ഫോഴ്സ് ഓവർ ദാറ്റ് സെക്ഷൻ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഡിസൈൻ ഇസ് സേഫ്. അങ്ങനെയല്ലെങ്കിൽ വി ഹാവ് ടു ചൂസ് a different section. ഓക്കെ, അപ്പോൾ എപ്പോഴും സെക്ഷൻ ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക. കുറച്ച് ഹയർ വാല്യൂ ഓക്കെ ആയിട്ട് വേണം ചൂസ് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേക്കും മേ ബി ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ മൊമെൻറ്റ് ഇതൊന്നും ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് സേഫ് ആയിന്ന് വരില്ല. സോ എപ്പോഴും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഹയർ ആയിട്ടുള്ള ഒരു സെക്ഷൻ മോഡൽസ് ഉള്ള സെക്ഷൻ തന്നെ ചൂസ് ചെയ്യുക. ഓക്കെ, ദെൻ ഇപ്പോൾ ചെക്ക് ഫോർ ഷിയർ ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ഇസ് ലോ ഷിയർ ആണോ ഹൈ ഷിയർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ലോ ഷിയർ ആണോ ഹൈ ഷിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. അതായത് നമ്മൾ V എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ഓൾറെഡി കാൽക്കുലേറ്റഡ് ഇൻ സ്റ്റെപ്പ് 2. ഓക്കെ, ഷിയർ ഫോഴ്സ് ആണ്. ആൻഡ് 0.6 VD. സോ VD നമ്മൾ ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്തു, ദറ്റ് ഈസ് ദ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത്. ഓക്കെ, ദറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് പെർ IS 800 ക്ലോസ് 8.4 പേജ് 59 VDയുടെ ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ 0.6. സോ ഇഫ് V ഈസ് ലെസ് ദാൻ 0.6 VD ഇറ്റ് ഈസ് ലോ ഷിയർ. ഓക്കെ, ഇപ്പോൾ ലോ ഷിയർ ആണെങ്കിൽ നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അതുപോലെ ഹൈ ഷിയർ ആണെങ്കിലും ഈ മൊമെൻറ്റിൻ്റെ സ്റ്റെപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിലേതിലാണ് ഹൈ ആണോ ലോ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. സോ ഇതിൽ നോക്കുക, ഇപ്പോൾ 0.6 VDയേക്കാളും ലെസ്സർ വാല്യൂ ആണെങ്കിൽ ലോ ഷിയർ ആണ്. ഓക്കെ, ഗ്രേറ്റർ ആണെങ്കിൽ ഹൈ ഷിയർ ആണ്. ഓക്കെ, സോ ചെക്ക് ഫോർ മൊമെൻറ്റ്. എഗെയിൻ ലോ ഷിയറിനും ഹൈ ഷിയറിനും ഡിഫറെൻറ്റ് രീതിയിലാണ് നമ്മൾ മൊമെൻറ്റ് ചെക്ക് ചെയ്യുന്നത്. സോ ക്ലോസ് 8.2.1.3 പേജ് 53 അത് പറയുന്നുണ്ട്. അതായത് ലോ ഷിയർ ആണെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ ഇതായിരിക്കും. ഓക്കെ, ദറ്റ് ഈസ് ഡിസൈൻ മൊമെൻറ്റിൻ്റെ ഡിസൈൻ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു ബീറ്റ ബി ഇൻറ്റു ZPFI ബൈ ഗാമ M0, where beta B എന്ന് വെച്ചാൽ that is 1 for plastic and
or semi-plastic section, semi-compact sections. So അത് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഗിവൺ ഇൻ കോഡ്, ഈ ഇക്വേഷൻ ആസ് വെൽ ആസ് ഈ ഓരോ വാല്യൂസും എന്താണെന്നുള്ള കാര്യങ്ങൾ കോഡിൽ പറയുന്നുണ്ട്. ആൻഡ് ഇസഡ് പി വാല്യൂ എന്ന് വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്ത സെക്ഷൻ്റെ ഇസഡ് പി ഇസഡ് വാല്യൂ ആണ്. ഓക്കെ, ഇപ്പോൾ ചൂസ് ചെയ്ത സെക്ഷന് 2 സെക്ഷൻ മോഡൽസ് ഉണ്ടാകും. ഒന്ന് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസും, ഓക്കെ, പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസും, വേറൊന്ന് ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസും. ഈ 2 വാല്യൂസും നിങ്ങൾക്ക് അനെക്സ്ചർ എച്ചിൽ നിന്ന് കിട്ടും. ഓക്കെ, സോ ഇത് ഒന്ന് നോക്കിയേക്കാം. സോ ഇതിൽ ഇസഡ് പി വാല്യൂ ആണ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് എഫ് വൈ ഇസ് 250, ഗാമ എം നോട്ട് ഇസ് 1.1. സോ ചെക്ക് ചെയ്യുക. ആൻഡ് ദിസ് വാല്യൂസ്, സോ ഡിസൈൻ സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ എപ്പോഴും സ്ട്രെങ്ത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ മൊമെൻറ്റ്, ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്ത സെക്ഷൻ്റെ സ്ട്രെങ്ത്. ഓക്കെ, ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ഈ ഒരു ചെക്കും കൂടെ ചെയ്യണം. ദിസ് ഇസ് ഗിവൺ ഇൻ ദ കോഡ് ഡയറക്ട്ലി. ദറ്റ് ഇസ് സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ 1.2 ZE FY ബൈ ഗാമ എം നോട്ടിനേക്കാളും ലെസ് ആയിരിക്കണം എം ഡി വാല്യൂ. കാൻഡിലിവർ ആണെങ്കിൽ 1.5 ZE FY ബൈ ഗാമ എം നോട്ട്. ഓക്കെ, സോ this is for low shear. Again high shear ആണെങ്കിൽ the design bending moment equation is this one. Okay, that is ഇതാണ് equation. MdV is equal to, this is the equation, and this should be less than 1.2 ZE. Okay, ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുക, ZE ആണ്. ഓക്കെ, ZE എന്ന് വെച്ചാൽ Z ഇലാസ്റ്റിക് സെക്ഷൻ മോഡൽസ് ആണ് ZE. ഓക്കെ, അഗെയിൻ MD മൈനസ് ബീറ്റ. ഓക്കെ, ബീറ്റയുടെ വാല്യൂ എന്ന് വെച്ചാൽ ദിസ് ഇസ് ഓൾ ഗിവൺ ഇൻ ദ കോഡ്. കോഡിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ സ്പെസിഫിക് ക്ലോസ് നോക്കുക. എല്ലാ ഇക്വേഷൻസും കോഡിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. അതിൻ്റെ ഓരോ പാരാമീറ്റേഴ്സും പറയുന്നുമുണ്ട്. ഓക്കെ, സോ വി എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ദ ഷിയർ ഫോഴ്സ്, VD is the design shear force, okay, which was calculated in the previous steps. Then MD value നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത ഈ MD വാല്യൂ എന്ന് വെച്ചാൽ, ഓക്കെ, ദിസ് ഇസ് ദ ഇക്വേഷൻ. MD വാല്യൂ ഇവിടെ ഈ ഒരു ഹൈ ഷിയറിൻ്റെ കേസിലും MD വാല്യൂവിൻ്റെ ഇക്വേഷൻ ഇത് തന്നെയാണ്. ഓക്കെ, സോ MdV is equal to this MD മൈനസ് ബീറ്റ ഇൻറ്റു MD മൈനസ് MFD. ഓക്കെ, അപ്പോൾ ഈ MFD വാല്യൂ ഇവിടെ തരുന്നുണ്ട്. ദറ്റ് ഈസ് റോൾഡ് സെക്ഷൻ ആൻഡ് ബിൽഡപ്പ് സെക്ഷൻ, രണ്ടും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, നമ്മൾ ഈ റോൾഡ് സെക്ഷൻ ചൂസ് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു സെക്ഷൻ ചൂസ് ചെയ്യുക. സോ ഈ ഇക്വേഷൻസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ മൊമെൻറ്റ് ഹൈ ഷിയർ ആണെങ്കിൽ ആ മൊമെൻറ്റിൻ്റെ കുറേ ഇക്വേഷൻസ് ഉണ്ട്. കറക്റ്റായിട്ട് എല്ലാ പാരാമീറ്റേഴ്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, ആൻഡ് ഫൈനലി നമുക്ക് എന്താ വേണ്ടത്? ഈ ഡിസൈൻ വാല്യൂസ്, ഹൈ ഷിയർ ആയാലും ലോ ഷിയർ ആയാലും ഡിസൈൻ വാല്യൂസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദി ബെൻഡിങ് മൊമെൻറ്റ്, ദെൻ ദ ഡിസൈൻ വിൽ ബി സേഫ്. ഓക്കെ, സോ അതാണ് ചെക്ക് ഫോർ മൊമെൻറ്റ്. സോ ഷിയർ ചെക്ക് ചെയ്തു, മൊമെൻറ്റ് ചെക്ക് ചെയ്തു. ഇനി ചെക്ക് ചെയ്യേണ്ടത് ഡിഫ്ലക്ഷൻ ആണ്. ഓക്കെ, സോ ഡിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പെർമിസിബിൾ വാല്യൂ ഉണ്ടായിരിക്കും. അതായത് ഇത്രയും ഒരു ലിമിറ്റിനെ ഡിഫ്ലക്റ്റ് ചെയ്യാവുള്ളൂ എന്നുണ്ടായിരിക്കും. സോ ആ ഒരു പെർമിസിബിൾ വാല്യൂവിനേക്കാളും ലെസ് ആയിരിക്കണം ആക്ച്വൽ ഡിഫ്ലക്ഷൻ. ഓക്കെ, സോ ആക്ച്വൽ ഡിഫ്ലക്ഷൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അതായത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ വിത്ത് UDL, ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL, what is the deflection? Maximum deflection equation is 5WL raised to 4/3 84 EI. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വൽ ഡിഫ്ലക്ഷൻ. ദിസ് ഈസ് ദ ആക്ച്വൽ ഡിഫ്ലക്ഷൻ. ഇതിൽ ഈ W എന്ന് വെച്ചാൽ വർക്കിംഗ് ലോഡാണ്. ഓക്കെ, W is the വർക്കിംഗ് ലോഡ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഓക്കെ, സോ ദിസ് ഇസ് ദി വർക്കിംഗ് ലോഡ് ആൻഡ് L is the span raised to 4/3 84 EI. അതുപോലെ തന്നെ പെർമിസിബിൾ ഡിഫ്ലക്ഷൻ ഇസ് L/300. അതപ്പോൾ സിമ്പിൾ സ്പാനിൻ്റെ കേസിൽ L/300 ആണ്. ദറ്റ് ഈസ് ഗിവൺ ഇൻ പേജ് 31 IS 800. സോ ഒരു ടേബിളിൽ തന്നിട്ടുണ്ട്. ഓക്കെ, സോ യൂഷ്വലി നമ്മൾ L/300 ആണ് എടുക്കുന്നത് ഫോർ സിമ്പിൾ സ്പാൻ ബ്രിട്ടിൽ കേസ്. ഓക്കെ, അഗെയിൻ
നെക്സ്റ്റ് ഇസ് ചെക്ക് ഫോർ വെബ് ബെയറിംഗ്. അപ്പോൾ നമുക്ക് ഷിയർ മൊമെൻറ്റ് ആൻഡ് ഡിഫ്ലക്ഷൻ മാത്രം ചെക്ക് ചെയ്താൽ പോരെ. വി ഹാവ് ടു ചെക്ക് ഫോർ വെബ് ബെയറിംഗ് ആൻഡ് വെബ് ബക്ലിംഗ്. ഓക്കെ, അഗെയിൻ ഈ വെബ് ബക്ലിംഗ് എല്ലാ കേസിലും കാണില്ല. വെബ് ബക്ലിംഗ് ഈസ് ഓൺലി ഫോർ ഹൈ ഷിയർ കേസ്. ഹൈ ഷിയർ ഉള്ള കേസിൽ മാത്രം വെബ് ബക്ലിംഗ് ചെക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, ആൻഡ് വെബ് ബെയറിംഗ് നമ്മൾ എല്ലാ കേസസിലും ചെക്ക് ചെയ്യും. സോ വെബ് ബെയറിങ്ങിൻ്റെ ഇക്വേഷൻ ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ഡയറക്ട്ലി ഇൻ പേജ് 67 ക്ലോസ് 8.7.4. അവിടെ ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. Okay, that is Fw is equal to B1 plus N2 TW FYW divided by gamma M naught. ഇതിൽ B1 എന്ന് വെച്ചാൽ that is always assumed as 100 mm ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. N2ൻ്റെ ഇക്വേഷൻ ഇതാണ്, that is 2.5 times TW plus R1. Okay, and TW എന്ന് വെച്ചാൽ thickness of the web and Fy this is 250 itself, then gamma M naught. Okay, അപ്പോൾ ഇതിൻ്റെ ഓരോ ടേംസും നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. ഓക്കെ, ദിസ് ഇസ് ജസ്റ്റ് ദി ഒരു ഔട്ട്ലൈൻ ആയിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. സോ ഈ ഒരു FW, സോ ദിസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈ ഒരു നമ്മളുടെ ഷിയർ ഫോഴ്സിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം വെബിൽ ഉള്ള സ്ട്രെങ്ത്, വെബിൻ്റെ ഷിയർ സ്ട്രെങ്ത്. ഓക്കെ, സോ അങ്ങനെയുള്ള കേസിൽ വെബ് ബെയറിംഗ് ഉണ്ടാകില്ല. സോ ദ ഡിസൈൻ വിൽ ബി സേഫ്. അഗെയിൻ നെക്സ്റ്റ് ഇസ് ചെക്ക് ഫോർ വെബ് ബക്ലിംഗ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈ ഷിയർ ഉള്ള കേസിൽ മാത്രമേ നമ്മൾ വെബ് ബക്ലിംഗ് ചെക്ക് ചെയ്യുള്ളൂ. അഗെയിൻ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ പോലെ തന്നെ സെയിം ആണ്. ഇതിൻ്റെ കൂടെ FCD കൂടെ ഉണ്ട്. ഓക്കെ, സോ FCD വാല്യൂ ദാറ്റ് ഈസ് ദ കംപ്രസീവ് ഫോഴ്സ് വാല്യൂ ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, കാരണം ഇവിടെ കംപ്രസീവ് ഫോഴ്സ് കംപ്രസീവ് സ്ട്രെസ് എടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ, സോ ഇങ്ങനെയൊരു ഐ സെക്ഷൻ, ഓക്കെ, ഈ ഒരു ഐ സെക്ഷൻ്റെ ഇങ്ങനെ ഒരു ഫോഴ്സ് വരുമ്പോഴത്തേക്കും ഈ ഒരു വെബ് പോർഷൻ വിൽ ആക്ട് ലൈക്ക് എ കംപ്രഷൻ മെമ്പർ. ഒരു കംപ്രഷൻ മെമ്പർ പോലെ ആക്ട് ചെയ്തിട്ട് കംപ്രഷൻ മെമ്പറിൽ ബക്ലിംഗ് ഉണ്ടാകുന്നത് പോലെ ഈ ഒരു വെബ് പോർഷനിൽ ബക്ലിംഗ് ഉണ്ടാകും, ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് വെബ് ബക്ലിംഗ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇവിടെ ഈ FCD കംപ്രസീവ് ഫോഴ്സ് സ്ട്രെസ്സിൻ്റെ ഒരു വാല്യൂ ഇവിടെ വന്നിരിക്കുന്നത്. സോ ഈ FCD വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ ദാറ്റ് ഈസ് സ്റ്റേബിൾ 9Cയിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് KL/R സ്ലെൻഡർനെസ് റേഷ്യോ വാല്യൂ വേണം. ഏത് ബക്ലിംഗ് ക്ലാസ് ആണെന്നും ഉണ്ടെങ്കിൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദി FCD വാല്യൂ. ഓക്കെ, ആൻഡ് B1 is 100 ആയിട്ട് തന്നെ അസ്യൂം ചെയ്യുക. ആൻഡ് N1 is, സോ N2 നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നു. N1 എന്ന് വെച്ചാൽ ഹൈറ്റ് ബൈ 2 ആണ് N1. ഓക്കെ, ഇൻറ്റു TW FCD വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വി നീഡ് ടു നോ KL/R മിനിമം ആൻഡ് ബക്ലിംഗ് ക്ലാസ്. Again, slenderness ratio of the web can be calculated using this equation. Okay, 2.5 into the depth of web divided by the thickness of web. Okay, and that should be, so this value finally, this value should be greater than shear for the safe design. Okay, so hope this much is clear. അപ്പോൾ ആദ്യം ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക, then bending moment and shear force. Then we have to check, give what is the required section modulus, plastic section modulus. എന്നിട്ട് അതിനേക്കാളും ഹയർ വരുന്ന ഒരു സെക്ഷൻ ചൂസ് ചെയ്യുക. അഗെയിൻ ഈ സെക്ഷൻ നമ്മൾ എടുത്തിരിക്കുന്ന സെക്ഷൻ സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷിയർ ചെക്ക് ചെയ്യണം. അഗെയിൻ ഷിയറിൽ തന്നെ ഹൈ ഷിയർ ആണോ ലോ ഷിയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിൻ്റെ ബേസിസിൽ മൊമെൻറ്റ് ചെക്ക് ചെയ്യുക. ഹൈ ഷിയറിനും ലോ ഷിയറിനും ഡിഫറെൻറ്റ് ഫോർമുലാസ് ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റ് ചെക്ക് ചെയ്യുക. ആൻഡ് ദെൻ വി ഹാവ് ടു സീ ഡിഫ്ലക്ഷൻ, ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ, ദെൻ വെബ് ക്രിപ്ലിംഗ് ആൻഡ് വെബ് ബക്ലിംഗ്. ഈ വെബ് ബക്ലിങ്ങിൻ്റെ ചെക്ക് ഹൈ ഷിയർ ആവുന്ന കേസസിൽ മാത്രം ചെയ്താൽ മതിയാകും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഔട്ട്ലൈൻ ഓഫ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇൻ ദ നെക്സ്റ്റ് സെഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, ഡിസൈൻ ക്വസ്റ്റ്യൻസിന് ചെയ്യാൻ പോകുന്ന ഒരു ഓവർവ്യൂ ആണ്. ഓക്കെ, അതേപോലെ ഒരു ഇക്വേഷൻ, അതായത് ഈ ചെക്ക് ഫോർ വെബ് ബെയറിങ്ങിൽ ഈ ഒരു വാല്യൂ എന്ന് വെച്ചാൽ ഇത് TW അല്ല TF ആണ്. ഓക്കെ, ആ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. സോ ദിസ് വാല്യൂ ഇസ് TF.
So N2 is 2.5 times TF plus R1. Okay. So now let's move on to the first question. A simply supported steel joist of 4 meter effective span is laterally supported throughout. It carries a total UDL of 40 kN inclusive of self weight. Design an appropriate section. Use steel of grade 410. So question നമുക്ക് തന്നിരിക്കുന്നത് സ്പാൻ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് L തന്നിട്ടുണ്ട്, ലാറ്ററലി സപ്പോർട്ടഡ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യനിലും ലാറ്ററലി സപ്പോർട്ടഡ് ആണോ അൺസപ്പോർട്ടഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. സോ സപ്പോർട്ടഡ് ആണെങ്കിലാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ടത്. ദെൻ ഇറ്റ് ക്യാരീസ് എ ടോട്ടൽ UDL ഓഫ്, ഓക്കെ, അപ്പോൾ ടോട്ടൽ UDL എന്ന് വെച്ചാൽ 40 kN ആണ്. ആൻഡ് ഈ 40 kN ഇതിൻ്റെ സെൽഫ് വെയ്റ്റും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇൻക്ലൂഡിങ് സെൽഫ് വെയ്റ്റ് ആണ് 40 kN. അതുകൊണ്ട് നമ്മൾ സെൽഫ് വെയ്റ്റ് അഡീഷണലി എടുക്കേണ്ട ആവശ്യമില്ല. 40 kN ഈസ് ദി ടോട്ടൽ ലോഡ്. ഓക്കെ, സോ വി ഹാവ് ടു ഡിസൈൻ. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ലോഡ് കാൽക്കുലേഷൻ. ഓക്കെ, സോ ടോട്ടൽ ലോഡ് തന്നിട്ടുണ്ട്. ടോട്ടൽ ലോഡിന് നമ്മൾ ഫാക്ടേർഡ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യുക. സോ ഫാക്ടേർഡ് ലോഡ് ആക്കാൻ 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ടോട്ടൽ ലോഡാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോട്ടൽ ലോഡിന് നമ്മൾ UDL ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സോ ദറ്റ് ഈസ് W ഇൻറ്റു L ആണ് ഈ 60 kN. ഓക്കെ, അതായത് ദിസ് W എന്ന് വെച്ചാൽ ന്യൂട്ടൺ പെർ മീറ്റർ, കിലോന്യൂട്ടൺ പെർ മീറ്ററിലായിരിക്കും. അതായത് UDL ആണ് W. ഓക്കെ, ഇൻ ടു മീറ്റർ. സോ അങ്ങനെയാണ് കിലോന്യൂട്ടൺ ആകുന്നത്. ഓക്കെ, സോ ഈ ഒരു വാല്യൂ എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ഈക്വൽ ടു WL. അഗെയിൻ നെക്സ്റ്റ് ഇസ് ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ഡ്യൂ ടു ദ ലോഡ്. ഓക്കെ, അപ്പോൾ ഈ ലോഡ് കാരണമുള്ള ദറ്റ് ഈസ് ഡ്യൂ ടു UDL ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം WL²/8 ആണ്. ആൻഡ് ഷിയർ ഫോഴ്സ് ഇസ് WL/2. അപ്പോൾ ഇവിടെ ഈ WL²/8 നമുക്ക് ഇങ്ങനെ എഴുതാം, WL ഇൻറ്റു L/8. ഇതിൽ ഈ WL ടോട്ടലായിട്ടാണ് 60. ഓക്കെ, ആൻഡ് ഇൻറ്റു L എന്ന് വെച്ചാൽ ദറ്റ് ഈസ് what is that L value? L value is already given, 4 meter എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, so that is 60 into 4/8, that is 30 kN meter, ആണ് M. And shear force is WL/2, that is 60/2, 30, that is V. Okay, so bending momentum, shear force value കിട്ടി. Again next step is we have to give the required plastic section modulus. Okay, so total plastic section modulus required. So plastic section modulus required is equal to, the equation is ZPZ required is M gamma M0 by Fy. Moment in the equation 30 ആണ്. Okay, so 30 into 10 raised to 6. അതിനെ ന്യൂട്ടൺ mm ആക്കുക. കാരണം Fy 250 ന്യൂട്ടൺ പെർ mm² ആണ്. സോ ബാക്കിയുള്ളതും ന്യൂട്ടൺ mm കൺവേർട്ട് ചെയ്യുക. ഓക്കെ, സോ വി ആർ ഗെറ്റിംഗ് 132 into 10 raised to 3 mm raised to 3. അതായത് 132 cm³ ആണ് ZPZ കിട്ടുന്നത്. ഓക്കെ, ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ IS കോഡ് IS 800 അനെക്സ് H, അതായത് ഏറ്റവും ലാസ്റ്റിലേക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ദറ്റ് ഈസ് ബീമിൻ്റെ സ്യൂട്ടബിൾ സെക്ഷൻസ് കൊടുത്തിരിക്കുന്ന ടേബിളാണ്. അപ്പോൾ അതിൽ അനെക്സ് Hൽ ZPZൻ്റെ ഈ ഒരു 132-നേക്കാളും ഹയർ ആയിട്ടുള്ള വാല്യൂ ഏത് സെക്ഷനിലാണ് വരുന്നതെന്ന് നോക്കുക. ഓക്കെ, so that is step 4, choose a suitable section. So I have chosen ISLB 200, page 139 IS 800 annex Hൽ തന്നിട്ടുണ്ട്. സോ ISLB 200, അതായത് ഒരു LB സെക്ഷനാണ് ഞാൻ ചൂസ് ചെയ്തത്. ഓക്കെ, I സെക്ഷനാണ് ചൂസ് ചെയ്യുന്നത്. സോ ISLB അല്ലെങ്കിൽ ISMB ചൂസ് ചെയ്യാം. അത് രണ്ടും പ്രിഫർ ചെയ്യുന്ന ഒരു ഡിസൈനിൽ പ്രിഫർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇവിടെ ഞാൻ ISLB 200 ചൂസ് ചെയ്തു. അപ്പോൾ ISLB 200ൻ്റെ സെക്ഷൻ മോഡുലസ് എന്ന് വെച്ചാൽ 184 ആണ്. ഓക്കെ, സോ എനിക്ക് വേണ്ടത് 132 ആണ്. സോ 132-നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ളൊരു വാല്യൂ ആണിത്. സോ ഈ ഒരു സെക്ഷനാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അഗെയിൻ ഈ ഒരു സെക്ഷൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഇവിടെ എടുത്ത് എഴുതുക. അതായത് ഡെപ്ത്ത്, ഫ്ലാഞ്ചിൻ്റെ വിഡ്ത്ത്,
ഫ്ലാഞ്ചിൻ്റെ തിക്നെസ്, വെബിൻ്റെ തിക്നെസ്. ഓക്കെ, ദെൻ ആർ ഇസഡ്, ആർ വൈ, ഇസഡ് ഇസഡ്, ഇസഡ് പി ഇസഡ്, ഇതൊക്കെ പേജ് 139 തന്നിട്ടുണ്ട്. ഓക്കെ, ഈ വാല്യൂസൊക്കെ എഴുതുക. എഗെയിൻ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂസ് നിങ്ങൾക്ക് ഈ ഒരു അനെക്സ് എച്ചിൽ നിന്ന് കിട്ടില്ല, അത് SP6 നിന്ന് തന്നെ എഴുതുക. ഓക്കെ, സോ SP6 പേജ് 2 നിങ്ങൾ ISLB സെക്ഷൻ നോക്കുക 200. സോ അതിൽ ഈ കാര്യങ്ങൾ തന്നിട്ടുണ്ടാകും. ദറ്റ് ഈസ് റേഡിയസ് അറ്റ് റൂട്ട്, IZZ, IYY. ഓക്കെ, ഈ വാല്യൂസ് എടുത്ത് എഴുതുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ 4th സ്റ്റെപ്പിൽ വേണ്ടത്. അഗെയിൻ നെക്സ്റ്റ് സെക്ഷൻ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ഡയമെൻഷൻസും കിട്ടിയിട്ടുണ്ട്, വിഡ്ത്ത് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഏത് സെക്ഷനാണെന്ന് ക്ലാസിഫൈ ചെയ്യുക. സോ അതിൻ്റെ സെക്ഷൻ ക്ലാസിഫൈ ചെയ്യാൻ നമുക്ക് ഫ്ലാഞ്ചിൻ്റെ സെക്ഷനും വെബിൻ്റെ സെക്ഷനും ഏതാണെന്ന് നോക്കണം. സോ B/TF. ഓക്കെ, ഇതിൽ B എന്ന് വെച്ചാൽ BF/2. BF, what is BF value? 100 ആണ്. സോ 100/2, that is 50. ഓക്കെ, സോ B വാല്യൂ 50 ആണ്. സോ B/TF. TF value 7.3. TF value 7.3. Okay, so we will get B/TF is 6.849 എന്ന് കിട്ടും. സോ ഇതിനെ നോക്കുക, 6.89 എന്നുള്ളത് ഏത് ക്ലാസ്സിലാണ് വരിക എന്ന്. അപ്പോൾ നമുക്കതിലെ ഫസ്റ്റ് ക്ലാസ് പ്ലാസ്റ്റിക് എന്ന ഒരു ക്ലാസ്സിൽ വരുന്നതായിട്ട് കാണാം. ദാറ്റ് ഈസ് 9.4-നേക്കാളും ലെസ്സറാണ് 6.8. ഓക്കെ, സോ ഈ ഒരു സെക്ഷൻ എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് സെക്ഷനിലായിരിക്കും. ഓക്കെ, ക്ലിയർ? സോ ഇതിൽ എപ്സലോൺ എന്ന് വെച്ചാൽ 1 ആയിട്ടാണ് നമ്മൾ എടുക്കുക. കാരണം എപ്സലോൺ ഇസ് ഈക്വൽ ടു FY/250, റൂട്ട് ഓഫ് FY/250. ഇതിൽ FY എന്ന് വെച്ചാൽ 250 തന്നെയാണ്. ഓക്കെ, സോ 250/250ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 1 എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് 9.4 epsilon, which is equal to 9.4 itself. Again, depth of web calculate ചെയ്യുക. Depth of web calculate ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ h minus 2 times TF plus radius of root. So h എന്ന് വെച്ചാൽ 200 minus 2 into TF is 7.3 plus radius of root 9.5. ഓക്കെ, സോ TF വാല്യൂ, റേഡിയസ് ഓഫ് റൂട്ട് എല്ലാം നമ്മൾ നേരത്തെ ഈ ഒരു സ്റ്റെപ്പ് 4 എഴുതിയിട്ടുണ്ട്. ഈ വാല്യൂസ് അപ്പോൾ ഡയറക്റ്റ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇക്വേഷൻ എന്ന് വെച്ചാൽ ദറ്റ് ഈസ് നത്തിങ്, അതായത് വെബിൻ്റെ ഡെപ്താണ് വേണ്ടത്. അപ്പോൾ വെബിൻ്റെ ഡെപ്ത് വേണമെങ്കിൽ ഇങ്ങനെയൊരു സെക്ഷൻ ഉണ്ടെങ്കിൽ ഇതിൽ വെബിൻ്റെ ഡെപ്ത് വേണമെങ്കിൽ ഈ ടോട്ടൽ ഡെപ്തിൽ നിന്ന് ഈ ഒരു പോർഷനും ഈ ഒരു പോർഷനും പിന്നെ ഈ റേഡിയസും മൈനസ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് വിൽ ഗീവ് us the depth of web. സോ ഈ ഒരു കേസിൽ ടോട്ടൽ depth is 200. So 200 minus 2 into thickness of flange minus thickness of flange plus radius of root. Okay, so that's how you get the depth of web. Again, depth of web കണ്ടുപിടിച്ചതിന് ശേഷം D/TW ചെയ്യുക. So TW and D value അറിയാം. 166.4 divided by 5.4 and we get 30.81. So 30.81 is less than next condition 84 epsilon. So അതിലെ എപ്സിലോണിൻ്റെ വാല്യൂ 1. So this is less than 84 ആണ്. അതുകൊണ്ട് സെക്ഷൻ പ്ലാസ്റ്റിക്. ഓക്കെ, അഗെയിൻ ഒരു തേർഡ് ക്രൈറ്റീരിയ ഉണ്ട്. ദറ്റ് ഈസ് D/TW ഇറ്റ് ഈസ് ലെസ് ദാൻ 67 epsilon. ഓക്കെ, അതായത് ഈ വാല്യൂ 67-നേക്കാളും ലെസ്സർ ആണെങ്കിൽ ദ വെബ് ഇസ് നോട്ട് സക്സെപ്റ്റബിൾ ടു ഷിയർ ബക്ലിംഗ്. ഓക്കെ, ഷിയർ ബക്ലിംഗ് ഉണ്ടാകില്ല. സോ ഈ 3 കാര്യങ്ങളും കൂടെ നോക്കുക. ആൻഡ് ദറ്റ് ഈസ് ഹൗ വിൽ കം ടു എ കൺക്ലൂഷൻ ഓഫ് വിച്ച് സെക്ഷൻ വിച്ച് ക്ലാസ് ദ സെക്ഷൻ ഇസ്. അപ്പോൾ ഇവിടെ സെക്ഷൻ പ്ലാസ്റ്റിക് ആണ്. സെക്ഷൻ ഇസ് പ്ലാസ്റ്റിക്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ചെക്ക് ഫോർ ഷിയർ. അപ്പോൾ ഷിയർ ചെക്ക് ചെയ്യാനായിട്ട് IS 800 ക്ലോസ് 8.4 പേജ് 59 ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് VD തന്നിട്ടുണ്ട്. അതിൻ്റെ VDയുടെ ഇക്വേഷൻ ആ ഒരു ക്ലോസിൽ തന്നിട്ടുണ്ട് 59. സോ VD is equal to VN by gamma m0 and VN, where VN is equal to VP, which is equal to AP
FYW by root 3. Okay, ഇതിൽ AB എന്ന് വെച്ചാൽ that is the shear area. അപ്പോൾ shear area hot rolled section. Okay, അപ്പോൾ hot rolled sectionൻ്റെ shear area that is given as H into TW. H എന്ന് വെച്ചാൽ total depth of the section into thickness of the web. Okay, so അവിടെ ആയിരിക്കും shear. So ഒരു I section എടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു പോർഷൻ, okay, so the total height, this portion will be designed for shear. Okay, അപ്പോൾ ഈ ഒരു ഏരിയ ആണ് റോൾഡ് സെക്ഷൻസിൽ നോക്കേണ്ടത്. ദാറ്റ് ഈസ് H total depth into thickness of the web. So ഈ ഒരു ഏരിയ, so that into FYW എന്ന് വെച്ചാൽ that is 250 itself, that is FY of വെബിൻ്റെ FY വാല്യൂ ആണ്, that is 250 itself and divided by root 3. Okay, so അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് VP കിട്ടും and VD is equal to VP by gamma m naught, so that you will get the value as 141. So ഈ ഒരു വാല്യൂ സ്ട്രെങ്ത്, okay, ഇതെന്ന് വെച്ചാൽ ഷിയർ സ്ട്രെങ്ത് ആണ്. സോ ഷിയർ സ്ട്രെങ്ത്, ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് ദാറ്റ് സെക്ഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ ഷിയർ ഫോഴ്സ് വാല്യൂ. അപ്പോൾ അങ്ങനെ ഗ്രേറ്റർ ആണെങ്കിൽ ആ ഒരു സെക്ഷന് ഷിയർ ഫോഴ്സ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ദറ്റ് സെക്ഷൻ വിൽ ബി സേഫ്. Okay, so VD shall be greater than V. Again, next check is we have to check whether it's low shear or high shear. അത് ചെക്ക് ചെയ്യാനായിട്ട് 0.6 V into D, that is design shear മൾട്ടിപ്ലൈ ചെയ്യുക 0.6ൻ്റെ കൂടെ, that is 85.03. Okay, so and our condition here is V is less than, V എന്ന് വെച്ചാൽ V value was 30 ആയിരുന്നു, so 30 less than 85.03. സോ ഈ ഒരു ലോ ഷിയറിൻ്റെ കേസാണിത്. ഓക്കെ, സോ ലോ ഷിയർ ആണെങ്കിൽ എങ്ങനെയായിരിക്കണം ഡിസൈൻ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ക്ലോസ് 8.2.1.2 പേജ് 53ൽ തന്നിട്ടുണ്ട്. സോ സിൻസ് V is less than 0.6 VD, we go for direct equation MD is equal to beta BZPFY by gamma m naught. Okay, ഇതിൽ ബീറ്റ ബി പ്ലാസ്റ്റിക് സെക്ഷന് the value is 1, that is given in the കോഡിൽ തന്നെ ഇതെല്ലാം ഈ ഓരോ പാരാമീറ്റേഴ്സും പറയുന്നുണ്ട്. ആൻഡ് ZP is the plastic section modulus. ഓക്കെ, പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസിൻ്റെ വാല്യൂ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. ആൻഡ് സെക്ഷനിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ദറ്റ് ഈസ് എത്രയാണ് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് എന്ന്. സോ ഇതാണ് ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ്, ഇത് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ്. സോ ഈ വാല്യൂ വേണം നമുക്ക് ഇവിടെ മൊമെൻറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. സോ 184.34 into 10⁻³ into FY എന്ന് വെച്ചാൽ 250 divided by gamma m naught, that is 1.1. സോ നമുക്ക് കിട്ടുന്നത് 41.89 ആണ്, which is greater than. സോ അത് ഡിസൈൻ മൊമെൻ്റ് ആണ്. സോ ഡിസൈൻ മൊമെൻറ്റ് ഓഫ് ദറ്റ് സെക്ഷൻ ഇസ് greater than 30. Okay, so design strength for moment that is greater than 30. അപ്പോൾ ആ സെക്ഷൻ്റെ മൊമെൻറ്റ് 30യേക്കാളും ഗ്രേറ്റർ ആയതുകൊണ്ട് that section is safe. So MD greater than M, hence it is safe. Again, next അത് ചെക്ക് ചെയ്യുക, that is MD value shall be less than 1.2. ഓക്കെ, 1.2യേക്കാളും ലെസ് ആയിരിക്കണം. ഇനി അങ്ങനെ ലെസ് അല്ലെങ്കിൽ നമുക്ക് ഈ വാല്യൂ വേണം എടുക്കാനായിട്ട്. ഓക്കെ, സോ MD വാല്യൂ നോക്കുക, ഈ ഒരു വാല്യൂവിനേക്കാളും ലെസ്സർ വാല്യൂ ആണോ എന്ന്. ലെസ്സർ അല്ല ഗ്രേറ്റർ ആണെങ്കിൽ ഈ ഒരു വാല്യൂ വേണം നമ്മൾ MD ആയിട്ട് എടുക്കാൻ. ഓക്കെ, സോ 1.2 ZE. അപ്പോൾ ഇവിടെ ZE എന്ന് വെച്ചാൽ ദറ്റ് ഇസ് ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ്. ഓക്കെ, സോ ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് 169 ആണ്. അതും ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സ്റ്റീൽ ടേബിളിൽ നിന്നും അനക്സ് എച്ചിൽ നിന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു 169.7. സോ 169.7 into 10⁻³ into 250 divided by 1.1, which is 46. സോ 46നേക്കാളും ലെസ്സർ വാല്യൂ ആണ്, ഹെൻസ് ദറ്റ് ഈസ് ഓക്കെ. ഓക്കെ,
Again, next is check for deflection. So deflection check ചെയ്യാനായിട്ട് നമ്മൾ permissible deflection value എന്ന് വെച്ചാൽ for simple span brittle beam it is 31. Okay, so permissible deflection is L by 300. So length 4 meter span എന്ന് പറയുന്നുണ്ട്. So 4 into 10 raised to 3 divided by 300, that is 13.3. Again, maximum deflection for a simply supported beam. The actual value എത്രയായിരുന്നു? WL raised to 4 by 384 EI. Okay, so അതിൽ W എന്ന് വെച്ചാൽ working load ആണ്. Okay, so W എന്ന് വെച്ചാൽ working load ആണ്. And what was the working load? നമ്മളിവിടെ ലോഡ് കാൽക്കുലേഷൻ ചെയ്തപ്പോൾ the working load was 40 kilonewton. Factored value ആണ് 60. Okay, so working load was 40. അപ്പോൾ 40 എഴുതുക. So 40 into 10 raised to 3, 40 kilonewton ന്യൂട്ടൺ ആക്കി into that length value. Okay, that is ഇവിടെ ഈ 40 kilonewton ഇത് W into L ആണ്. Again, L raised to 3 divided by 384 EI. Okay, E is Young's modulus 2 into 10 raised to 5 and I is 16. I എന്ന് വെച്ചാൽ I Z വാല്യൂ ആണ് എടുക്കേണ്ടത്. ഓക്കെ, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂ SP6 നിന്ന് എഴുതിയിരുന്നു, ആ വാല്യൂ ആണ് എടുക്കേണ്ടത്. സോ വി ഗെറ്റ് 9.828. ഇതാണ് ആക്ച്വൽ വാല്യൂ. സോ ആക്ച്വൽ ഷുഡ് ബി ലെസ് ദാൻ പെർമിസിബിൾ. ഓക്കെ, പെർമിസിബിൾ 13.3 ആണ്, അതിനേക്കാളും ലെസ്സർ ആയതുകൊണ്ട് the section is safe in deflection. Next one, check for web bearing. Okay, web bearing അല്ലെങ്കിൽ web crippling ചെക്ക് ചെയ്യുക. സോ അത് ചെക്ക് ചെയ്യാനായിട്ട് we have to take clause 8.7.4 page 67. അതിൽ FW, that force value is can be calculated as equal to B1 plus N2 TWFYW by gamma m naught. ഇവിടെ B1 എന്ന് വെച്ചാൽ that is the stiff bearing strength, bearing length. ഓക്കെ, ഈ സ്റ്റിഫ് ബെയറിംഗ് ലെങ്ത് എന്ന് വെച്ചാൽ ഡിസ്പേർഷൻ ലെങ്ത് ആണ്. സ്റ്റിഫ് ബെയറിംഗ് ലെങ്ത് അത് യൂഷ്വലി 100 mm ആണ് എടുക്കുക. ഓക്കെ, അഗെയിൻ N2. സോ അതായത് ഈ ഒരു വാല്യൂ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ഒരു ഐ സെക്ഷൻ ആണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ, ഓക്കെ, ഇഫ് വി ഹാവ് നമ്മളിവിടെ ഒരു ബെയറിംഗ് പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഡിസ്പേഴ്സ് ചെയ്ത് പോകും. ഓക്കെ, ഈ ഒരു ലോഡ് ഇങ്ങനെ ഡിസ്പേഴ്സ് ചെയ്തിട്ടായിരിക്കും പോവുക, ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ പോലെ. സോ ഈ ഒരു ലെങ്ത് ആണ് ഡിസ്പേർഷൻ ലെങ്ത് എന്ന് പറയുന്നത്. സോ ഈ ഒരു ലെങ്ത് എന്ന് വെച്ചാൽ ദറ്റ് വിൽ ബി ഈ ഒരു B1, ദറ്റ് ഈസ് സ്റ്റിഫ് ബെയറിംഗ് ലെങ്ത്. ഓക്കെ, പ്ലസ് ഈ രണ്ട് സൈഡിലെയും N2. ഓക്കെ, സോ അങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ നമുക്ക് B1 പ്ലസ് N2 എന്ന് കിട്ടുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ ദ കോഡിൽ അങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ വന്നത്. സോ B1 പ്ലസ് N2. സോ അതിനെപ്പറ്റി കൂടുതൽ നോക്കണ്ട, ഇതിൽ ഈ ഒരു ഇക്വേഷൻ നോക്കിയാൽ മതി. B1 എന്ന് വെച്ചാൽ മിനിമം നമ്മളൊരു 100 എടുക്കുക, ഓക്കെ, അസ്യൂം ചെയ്യുക മിനിമം. ആൻഡ് N2 എന്ന് വെച്ചാൽ 2.5 TF പ്ലസ് R1. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5 ടൈംസ് ആണ് അത് കോഡിൽ തന്നിട്ടുണ്ട്. ഓക്കെ, 2.5 ടൈംസ് ഇൻറ്റു TF പ്ലസ് R1. ഓക്കെ, തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് പ്ലസ് R1 ആൻഡ് that is equal to thickness of flange value is 7.3. okay, so അങ്ങനെയാണ് ഈ ഒരു വാല്യൂ വരുന്നത്. 7.3 plus 9.5 that is 42. so substitute ചെയ്യുക വാല്യൂസ്. സോ ഗ്രേറ്റർ ദാൻ 30യേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടും. ഓക്കെ, ഇതെന്ന് വെച്ചാൽ വിയേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ ആണെങ്കിൽ വി നീഡ് നോട്ട് പ്രൊവൈഡ് വെബ് സ്റ്റിഫ്നെസ്, ഹെൻസ് ദിസ് ഇസ് സേഫ്. ഇസ് ഇറ്റ് ക്ലിയർ? സോ നിങ്ങൾ നോക്കിയാൽ അറിയാം, IS കോഡിൽ അനെക്സ് എച്ചിലായിട്ടാണ് ബീമിൻ്റെ
പ്ലാസ്റ്റിക് പ്രോപ്പർട്ടീസ് എന്നും പറഞ്ഞിട്ടൊരു ടേബിളുണ്ട്. അപ്പോൾ ഈ ടേബിളിലുള്ള സെക്ഷനാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിളിൽ IS എൽസ്, അപ്പോൾ ഈ ഒരു ടേബിളിലാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പ്ലാസ്റ്റിക് മോഡുലസിൻ്റെ വാല്യൂസ് ഈ സെക്കൻഡ് ലാസ്റ്റ് കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് വാല്യൂ ഒരു ഡിക്രീസിങ് ഓർഡറിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് വാല്യൂ ആണ് വേണ്ടതെന്ന് നോക്കുക. ഓക്കെ, സോ ഇപ്പോൾ 132 ആണെങ്കിൽ ഈ ഒരു റേഞ്ചിനേക്കാളും ഹയർ ആയിട്ടുള്ളത് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ആൻഡ് പ്രൊവൈഡ് ചെയ്യാൻ നേരത്ത് ISLB അല്ലെങ്കിൽ ISMB സെക്ഷൻസ് ചൂസ് ചെയ്യുക. ഓക്കെ, ലൈറ്റ് അല്ലെങ്കിൽ മീഡിയം ഐ സെക്ഷൻസ്. ക്ലിയർ? അപ്പോൾ ഇതിൽ നിന്നാണ് ചൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചൂസ് ചെയ്ത ആ ഒരു സെക്ഷൻ്റെ ഡെപ്ത്ത്, വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച്, തിക്നെസ് ഓഫ് വെബ്, ZRY, ദെൻ സെക്ഷൻ മോഡുലസ് EZ. ഓക്കെ, ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസും പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസും ആണിത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ആൻഡ് ഇതിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂസ് ഇല്ല. ഇത് നിങ്ങൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂ ഈ കറസ്പോണ്ടിങ് സെക്ഷൻ്റെ SP6 സ്റ്റീൽ ടേബിളിൽ നിന്ന് എടുത്ത് എഴുതാം. ഓക്കെ, ക്ലിയർ? പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഏത് സെക്ഷനാണ് എന്ന് സെക്ഷൻ ക്ലാസിഫിക്കേഷനിൽ. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ B/TF. ഓക്കെ, സോ ആദ്യം നമ്മൾ B/TFൻ്റെ വാല്യൂ ആണ് നോക്കേണ്ടത്. അപ്പോൾ ഇത് റോൾഡ് വെൽഡഡ് കംപ്രഷൻ ഡ്യൂ ടു ബെൻഡിങ്. ഓക്കെ, സോ റോൾഡ് സെക്ഷൻ എടുക്കുക. ഇതിൽ B/TF ഇതിൽ ഏത് വാല്യൂയിലാണ് നോക്കുക. ഇതിൽ എപ്സിലോണിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, എപ്സിലോൺ എന്ന് വെച്ചാൽ എത്ര? FY/250 റൂട്ട് ഓഫ് FY/250. FY 250 ആണ്. സോ റൂട്ട് ഓഫ് 250/250 is 1. ഓക്കെ, എപ്സിലോൺ വാല്യൂ 1 തന്നെ എടുക്കുക. അപ്പോൾ B/TFൻ്റെ വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ. ഓക്കെ, ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ 9.4 ലെസ് ആണെങ്കിൽ പ്ലാസ്റ്റിക് ആയിരിക്കും. 9.4 10.5 ഇടക്കാണെങ്കിൽ കോമ്പാക്റ്റ്. ഓക്കെ, ദെൻ ഇൻ ബിറ്റ്വീൻ ദിസ് സെമി കോമ്പാക്റ്റ്. ഇങ്ങനെ വേണം എടുക്കാനായിട്ട്. ദെൻ ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ ഫ്ലാഞ്ചിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, സോ ഫ്ലാഞ്ചിൽ നോക്കുക ഇതിൽ ഏത് കേസാണ് വരുന്നതെന്ന്. ദെൻ വെബിൻ്റെ കാര്യത്തിൽ വെബ് ഈസ് D/TW. സോ ഇതിൽ D/TW വാല്യൂ നോക്കുക. ഓക്കെ, D/TW, D is depth of web divided by TW. സോ ഇതിൽ ഏത് വാല്യൂയിലാണ് എന്ന് നോക്കുക. ഓക്കെ, if R1 is negative and R1 is positive. നമുക്ക് ഇവിടെ R1 is and neutral axis at mid depth. ഓക്കെ, സോ ഈ ഒരു കേസ് എടുത്താൽ മതി. ഓക്കെ, സോ ഇതിൽ നോക്കുക 84 ആണോ 105 ആണോ 126 ആണോ അതനുസരിച്ച് വേണം സെക്ഷൻ ഏതാണെന്ന് നോക്കാനായിട്ട്. അഗെയിൻ സോ ഈ രണ്ട് കാര്യങ്ങൾ നോക്കുക. ആൻഡ് ദെൻ ഫൈനലി വി ഹാവ് ടു സീ ഇഫ് D/TW is greater than 67 എപ്സിലോൺ. അങ്ങനെ ഗ്രേറ്റർ ദാൻ 67 എപ്സിലോൺ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 67 എപ്സിലോൺ. അങ്ങനെയാണെങ്കിൽ വെബ് ഷിയർ ബക്ലിംഗ് ഉണ്ടാകില്ല. ഓക്കെ, സോ ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാറ്റ് മീൻസ് വി ഹാവ് ടു ചെക്ക് ദി ഷിയർ ബക്ലിംഗ്. ദെൻ മൊമെൻ്റ് അതുപോലെ ഷിയറും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ ഷിയറിൻ്റെ കേസ് പറയാം. സോ ഷിയർ ദറ്റ് ഈസ് പേജ് നമ്പർ 59 ഷിയർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളതുണ്ട്. സോ ഷിയർ വാല്യൂ ഷുഡ് ബി, അതിൻ്റെ ഇക്വേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, VD is equal to VN/gamma m0 ആൻഡ് VN is equal to VP. ഇതിൽ AB എന്ന് വെച്ചാൽ ഷിയർ ഏരിയ, FYW yield strength of web. ഓക്കെ, ഇക്വേഷൻസ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. അഗെയിൻ ലോ ഷിയർ ആണോ ഹൈ ഷിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്. സോ ഇവിടെ ഈ ഒരു ഹോട്ട് റോളിൻ്റെ കാര്യം പറയുന്നുണ്ട്. നമ്മൾ ഈ ഒരു വാല്യൂ ആണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അഗെയിൻ ഇതിൽ ലോ ഷിയർ ആണോ ഹൈ ഷിയർ ആണോ എന്ന് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഡിസൈൻ ഷിയർ ഫോഴ്സ് ഡസ് നോട്ട് എക്സീഡ് 0.6 V. ഓക്കെ, സോ ഡിസൈൻ ഷിയർ ഫോഴ്സ് വെൻ ദ ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ്, ഡിസൈൻ അല്ല ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ് V, if this is less than 0.6 VD
then we go for this equation. Okay, and your value shall not be greater than 1.2 ZEFY by gamma m naught in case of simply supported beam, and 1.5 ZEFY by gamma m naught in case of cantilever beam. Okay, അപ്പോൾ ഇത് ലോ ഷിയറിൻ്റെ കേസിന്. അഗെയിൻ ഹൈ ഷിയർ ആണെങ്കിൽ അത് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. when the design shear force B greater than 0.6 VD, okay, അങ്ങനെയാണെങ്കിൽ it shall be taken in accordance with 8.4. 8.4 വെച്ചിട്ട് വേണം നമ്മൾ എം ഡി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ അതായത് എം ഡി is equal to MdV, that is defined in 9.2. ഓക്കെ, സോ ഇവിടെ 9.2 ഞാൻ ഇവിടെ എടുക്കുകയാണ്. സോ ദിസ് ഇസ് ക്ലോസ് 9.2. സോ 9.2 അനുസരിച്ച് MdV വാല്യൂ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഓക്കെ, ആൻഡ് ഇവിടെ ബീറ്റ വാല്യൂ തന്നിട്ടുണ്ട്. MdV, ഓക്കെ, VD ആൻഡ് MFD ഒക്കെ തന്നിട്ടുണ്ട്. ക്ലിയർ? ദിസ് ഇസ് ഫോർ പ്ലാസ്റ്റിക് ഓർ കോമ്പാക്ട് സെക്ഷൻ, ആൻഡ് സെമി കോമ്പാക്ട് സെക്ഷൻ ആണെങ്കിൽ ഇങ്ങനെയാണ് ഇക്വേഷൻ. ക്ലിയർ? അഗെയിൻ നമ്മുടെ ലാസ്റ്റത്തെ ഒരു പാർട്ടുണ്ട്, ദറ്റ് ഈസ് ബെയറിംഗ് ചെക്ക്. ഓക്കെ, ബെയറിംഗ് സ്റ്റിഫ്നെസ് പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു കേസിൽ ഇതാണ് ഇക്വേഷൻ, ദറ്റ് ഈസ് ഗിവൺ ഇൻ 8.7.4. ഓക്കെ, ഇവിടെ B1 എന്ന് വെച്ചാൽ സ്റ്റിഫ് ബെയറിംഗ് ലെങ്ത്, ദറ്റ് ഈസ് യൂഷ്വലി അസ്യൂംഡ് ആസ് 100 mm, ആൻഡ് then the length obtained by dispersion through N2 എന്ന് വെച്ചാൽ length obtained by dispersion to flange to web junction at the slope of 1:2.5. അതുകൊണ്ടാണ് 2.5 times thickness of flange plus R1. ഓക്കെ, ആ ഒരു ജംഗ്ഷനിലെ വാല്യൂ ആണ് എടുക്കുന്നത്.